വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഈ പാനൂരങ്ങാടിയെ അക്ഷരാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ പറയാൻ ഉദ്ദേശിച്ച പലതരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, പലതരം രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിയ ഐതിഹാസികമായ പ്രകടനത്തിനും റാലിക്കും ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. തീർച്ചയായും നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, നമ്മൾ പറഞ്ഞ രാഷ്ട്രീയങ്ങൾ, നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ഈ തെരുവിൽ വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്ന മുദ്രാവാക്യങ്ങളായി, രാഷ്ട്രീയ ചോദ്യങ്ങളായി നിലനിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ട് ഈ ചരിത്രപരമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം അത് രൂപീകരിച്ചിട്ട് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് കേരളത്തിലുടനീളം SIOവിന്റെ പ്രവർത്തകർ ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഏരിയ സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചത്. ഇന്നത്തോടുകൂടി ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ നടത്തിയ മുഴുവൻ ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാവുകയാണ്. 1982 ഈ സംഘടന രൂപീകരിച്ചത് മുതൽ SIOവിനെ മനസ്സിലാക്കിയ, അടുത്തറിയുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അതിനോട് ചേർന്ന് നിന്ന ആളുകളുണ്ട്, അതിനോട് വിമർശന ബുദ്ധിയെ ഉപദേശിച്ച ആളുകളുണ്ട്, അതിൽ വളരെ ആക്റ്റീവായി കൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ മുഴുകിയ ആളുകളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1982 ഈ മൂവർണ്ണക്കൊടിക്ക് കീഴിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ചരിത്രത്തിൽ SIO നിർവഹിച്ച ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ വ്യത്യസ്ത തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്നു എന്നതാണ്. SIOവിന്റെ ചരിത്രം നിങ്ങൾ മുഴുവനായി പരിശോധിച്ചാൽ തന്നെയും നിങ്ങൾക്കത് വളരെ കൃത്യമായി ബോധ്യപ്പെടും. 1982 നമുക്കൊക്കെ അറിയാവുന്നത് പോലെ 80കളുടെ കാലഘട്ടത്തിൽ മതങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മതമൂല്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്തോ സമൂഹത്തിൽ വലിയ കുഴപ്പം സൃഷ്ടിക്കുന്ന എന്തോ ഒന്നാണ് എന്ന ഇവിടത്തെ സെക്യുലറിസ്റ്റുകളുടെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളുടെയും ഒക്കെയുള്ള പ്രചരണങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥി സംഘം രൂപീകരിക്കുന്നത്. അന്ന് SIOവിന്റെ പ്രവർത്തകർ മതമൂല്യങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഈ തെരുവീതികളിൽ സംസാരിച്ചിട്ടുണ്ട്. 1990കളുടെ കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, സംവരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർന്ന സന്ദർഭത്തിൽ ബാബരിക്ക് വേണ്ടി ബാബരി റീബിൽഡ് ബാബരി എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുമൊക്കെ കേരളത്തിന്റെ തെരുവീതികളിൽ SIOവിന്റെ പ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശ സംഹിതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം അതിസുന്ദരമായി അഭിമുഖീകരിച്ചിരുന്നു. ഓരോ വിഷയത്തിലും അറിവിനെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പരിസ്ഥിതിയെക്കുറിച്ച്, വിദ്യാർത്ഥിത്വത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, ഇവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച്, അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തരം പ്രശ്നങ്ങളെ വളരെ കൃത്യമായി വിലയിരുത്തുകയും അതിനെ ഇസ്ലാമികപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ തന്നെ പുനർനിർമ്മാണം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിപ്പോന്നിരുന്നത്. SIOവിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ എന്തിനാണ് SIO ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. SIO
ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ 4 പതിറ്റാണ്ട് പിന്നിട്ടതിന്റെ ആഘോഷം നടത്തുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇസ്ലാമിക SIO-വിന്റെ ചരിത്രത്തിലുടനീളം അത് നിർവഹിച്ച ദൗത്യമുണ്ടല്ലോ. സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നത്തെ വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന മഹത്തായ ദൗത്യം, ആ ദൗത്യത്തെ കൂടുതൽ തെളിമയോടും കൂടുതൽ ശബ്ദത്തിലും ഉയർത്തേണ്ട ഒരു കാലഘട്ടത്തിൽ എന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് തന്നെയും ചിലത് പറയാനുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ SIO ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യം, ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ അവരുടെ അധികാരത്തിലേറിയതിനു ശേഷവും നമുക്കറിയാവുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തെ വലിയ രീതിയിൽ വർഗീയമായി വംശീയമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം അത് നമ്മുടെ ദിനേനയുള്ള പത്രമാധ്യമങ്ങളിൽ, അതുപോലെ തന്നെ ദിനേന നമ്മൾ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടത്തെ അഖ്ലാഖും പഹ്ലൂഗാനും അതുപോലെ തന്നെ മുദ്ദസിർ ആലിമും ഒക്കെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ അടയാളപ്പെടുത്തുന്ന പേരുകളാണ്. നെല്ലിയും മുസഫർ നഗറും ഗുജറാത്തും കിഴക്കേ ദില്ലിയുമൊക്കെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ നമ്മുടെ മുന്നിലേക്ക് വിവരിച്ചു തരുന്ന സ്ഥലനാമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ പല നിലക്ക് അവരെ വംശീയമായി ചിത്രീകരിക്കുകയും അവരുടെ തന്നെ പല കാര്യങ്ങളെ വളരെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും അവരെ വംശഹത്യയിലേക്ക് നടന്നുകൊണ്ട് അടുപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെ നമുക്കറിയാവുന്നത് പോലെ തന്നെ വിഭജനത്തിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന്റെ അവന്റെ തൊപ്പിയും താടിയും അവളുടെ ഹിജാബും അവളുടെ വസ്ത്രവും അവളുടെ പ്രണയവും വികാരവും വിചാരവും എല്ലാം വളരെ കൃത്യമായി വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക, സമൂഹത്തിൽ വെറുപ്പുൽപാദിപ്പിക്കുന്ന തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഈ വെറുപ്പിനെ കുറിച്ചും ഈ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വംശീയതയെക്കുറിച്ചും ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചിലത് പറയാനുണ്ട്. നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം ഒരു വിദ്വേഷ പ്രകടനം മാത്രമല്ല, ഒരു സമുദായത്തോട് മറ്റു സമുദായങ്ങൾക്ക് തോന്നുന്ന കേവലമായ ഒരു വിദ്വേഷമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സമുദായത്തോട് തോന്നുന്ന ഒരു കൂട്ട അസൂയയുടെ പേരല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് ഇവിടുത്തെ സമൂഹത്തിലെ വ്യത്യസ്ത അടരുകളിൽ, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, സമൂഹത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലൊക്കെയും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന വംശീയതയുമായി അതിന് വേരുകളുണ്ട് എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ, ഇവിടുത്തെ സാഹിത്യത്തിൽ, ഇവിടുത്തെ സിനിമകളിൽ എല്ലായിടത്തും പടർന്നു പന്തലിക്കുന്ന വംശീയതയായിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നം മാറിയിട്ടുണ്ട്. ആ വംശീയതയെ വിളിക്കുന്ന പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള വെറുപ്പുൽപാദിപ്പിക്കുകയും ആ വെറുപ്പിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വംശീയമായി അവരെ നോക്കിക്കാണുകയും വംശഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്ന പണിയാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു വംശത്തിന്റെ പേരല്ല. നമുക്കതിൽ വളരെ കൃത്യമായ ക്ലാരിറ്റിയുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു വംശത്തിന്റെ പേരല്ല. പക്ഷെ എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വംശീയമായി ആദ്യം ചിത്രീകരിക്കുന്നു. ആ വംശീയമായി ചിത്രീകരിച്ചതിന് ശേഷം അവരെ വംശീയതയുടെ അടിസ്ഥാനത്തിൽ വിവേചനത്തിലേക്കും വംശഹത്യയിലേക്കും തള്ളിവിടുക എന്ന പണിയിലേക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ പടർന്നു പന്തലിക്കുന്ന വംശീയതയായി ഇസ്ലാമോഫോബിയ മാറിയിട്ടുണ്ട് എന്ന് നാം പറയുന്നത്. ഇത് കേവലം സംഘപരിവാറിൽ നിന്ന് തുടങ്ങി സംഘപരിവാറിൽ നിന്ന് അവസാനിക്കുന്ന പ്രശ്നത്തിന്റെ പേരല്ല ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്ന, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശീയതയും വംശഹത്യയും
കൊണ്ട് നടത്തുന്നത് തീർച്ചയായും സംഘപരിവാറാണ് എന്നതിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇത് സംഘപരിവാറിൽ നിന്ന് തുടങ്ങി സംഘപരിവാറിൽ അവസാനിക്കുന്ന തലത്തിലേക്കല്ല അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയം നിറഞ്ഞവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ ഇവിടുത്തെ കോഴിക്കോട് അങ്ങാടിയിൽ ഇവിടുത്തെ പ്രൊവിഡൻസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്കൂൾ, ഇവിടുത്തെ സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളിൽ അവിടുത്തെ അധ്യാപികമാരും അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ കൂടി മുസ്ലിം ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ ഗേറ്റിന് മുന്നിലേക്ക് അവിടെ തടഞ്ഞു നിർത്തുന്നത്. എന്താണ് അവർ പറയുന്നത്? നിങ്ങൾ ശിരോവസ്ത്രം ധരിച്ചു സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾ ശിരോവസ്ത്രം ധരിച്ചു കൊണ്ടല്ല ഈ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആരാണ് പറയുന്നത്? ശിരോവസ്ത്രം ധരിച്ച മറ്റൊരു അധ്യാപിക തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, അവരുടെ PTA പ്രസിഡന്റ് പറയുകയാണ്, നിങ്ങൾ ഹിജാബ് ധരിച്ചെങ്ങാനും സ്കൂളിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ ഹിജാബിനകത്ത് നിങ്ങൾ ഇവിടുത്തെ വല്ല ലഹരി പദാർത്ഥവും വല്ലവും ഒളിപ്പിച്ചു വെച്ചാൽ ഞങ്ങൾ എങ്ങനെ അറിയാനാണ്? പ്രിയം നിറഞ്ഞവരെ, ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ എത്ര ആഴത്തിലാണ് വംശീയതയും ഇസ്ലാമോഫോബിയയും പടർന്നു പന്തലിക്കുന്നത്. അത് കേവലം സംഘപരിവാറിന്റെ അകത്തളങ്ങളിൽ മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ പടർന്നു പന്തലിക്കുന്നുണ്ട്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹങ്ങൾ ദൃശ്യതയിലേക്ക് വന്ന വിവാദങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പലപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശീയത പ്രചരിപ്പിച്ച ഇസ്ലാമോഫോബിയ ആരോപണങ്ങളുടെ രീതികൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? പലപ്പോഴും ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങളെ തൊടുത്തുവിടുന്നത് ഇവിടുത്തെ സംഘപരിവാർ തന്നെ ഇത്തരം പ്രചരണങ്ങളെ കൊണ്ടുവരുന്നു. പക്ഷേ ആ സംഘപരിവാർ കൊണ്ടുവന്ന പ്രചരണങ്ങളെ ആരാണ് സാധൂകരിക്കുന്ന, ആരാണ് അതിനെ നോർമലൈസ് ചെയ്യുന്ന പണികൾ എടുക്കുന്നത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് സംഘപരിവാർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ വ്യത്യസ്ത മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെയും അതിനെ സാധൂകരിക്കുന്ന നിലപാടുകളാണ് എടുത്തത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന് നേരെ വലിയ രീതിയിലുള്ള വംശീയത പ്രചരിപ്പിച്ച വിവാദമായിരുന്നല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. രാജ്യത്തൊട്ടുക്കും സംഘപരിവാർ വലിയ രീതിയിൽ ഗുണപ്രചരണം നടത്തിയ വിവാദമായിരുന്നു ലവ് ജിഹാദ്. പക്ഷേ ആ സംഘപരിവാർ തന്നെ ഉൽപ്പാദിപ്പിച്ച ലവ് ജിഹാദിനെ ആരാണ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാധൂകരിക്കുന്ന നിലപാടുകൾ എടുത്തത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനായിരുന്നു എന്ന്. അതുകൊണ്ടാണ് പ്രിയം നിറഞ്ഞവരെ ഞാൻ പറയുന്നത്, പലപ്പോഴും ഇതിന്റെ ഫോർമാറ്റുകൾ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ നോർമലൈസ് ചെയ്യുന്ന പണികൾ ഇവിടുത്തെ മതേതര കക്ഷികൾ എടുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൊവിഡൻസ് സ്കൂളിന്റെ ഉദാഹരണം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. പ്രൊവിഡൻസ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനമാണ് നിഷേധിക്കപ്പെടുന്നത്, ഒരു വിദ്യാർത്ഥിനിക്ക് പഠിക്കാനുള്ള അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ഇവിടുത്തെ മതേതര കക്ഷികളായ ആളുകൾ നേരിടുന്നത്? എന്താണ് അവർ സംസാരിക്കാത്തത്? ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ, SFI അടക്കമുള്ള KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം വിദ്യാർത്ഥിനികളുടെ മൗലികപരമായ പഠനാവകാശം എന്നൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത്? അവരുടെ നിശബ്ദത കൊണ്ട് പോലും ഇസ്ലാമോഫോബിയെ അവർ സാധൂകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് ഒരു വിവാദമായ വർഗീയമായ വിഷം ചീറ്റുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഈ സമുദായത്തെ കുറിച്ച് അവർ പറയുകയാണ്, അവർ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്ന ആളുകളാണ്, ശുദ്ധമായ വംശീയത, നമുക്കൊക്കെ അറിയാവുന്ന ശുദ്ധമായ വർഗീയത പറയുകയാണ്. ആ വംശീയതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ആ പാലാ ബിഷപ്പിനെതിരെ SIOവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ സലാഹുദ്ദീൻ സാഹിബ് അവരിന് പരാതി നൽകുന്നുണ്ട്, DGPക്ക് പരാതി നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SIOവിന്റെ ഭാഗത്തു നിന്ന് തന്നെ SIOവിന്റെ പ്രവർത്തകർ നടത്തുകയുണ്ടായി. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വംശീയമായ ആ പ്രസ്താവന നടത്തിയ പാലാ ബിഷപ്പിന് നേരെ എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പോലീസ് സംവിധാനവും എടുത്ത നിലപാട് എന്ന്? അവർക്കെതിരെ കേസെടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ കൂട്ടത്തിലെ ഇരട്ടച്ചങ്കന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയെ അവരുടെ അരമനയിലേക്ക് അയച്ചുകൊണ്ട് ആ വർഗീയ പരാമർശങ്ങൾക്ക് സാധൂകരണം നൽകുന്ന നടപടിയാണ് അവർ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ശശികല ടീച്ചർ എന്ന് പറയുന്ന, അല്ല അവരെ ടീച്ചർ എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ നമുക്കൊക്കെയും കൃത്യതയുണ്ട്. അല്ലെങ്കിലും വിഷം ചീറ്റുന്നവരെ നമ്മൾ ടീച്ചർ എന്നല്ലല്ലോ വിളിക്കാറ്. ആ വംശീയ പരാമർശം നടത്തിയ ശശികല എന്താണ് പറയുന്നത്? അവര് പറയുകയാണ്, ഇവിടത്തെ
വാരിയംകുന്നത്തിനെ കുറിച്ച് നിങ്ങൾ വല്ല സ്മാരകവും പണിതാൽ മലപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ആളുകളെ വിടേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വർഗീയമായാണ് ഒരു ദേശത്തെ തന്നെയും ഒരു കലാപാഹ്വാനത്തിന് പ്രചോദിപ്പിക്കുന്ന, കലാപാഹ്വാനം പറയുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയാത്തത്? നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിരവധിയായ ഉദാഹരണങ്ങൾ. ഹിന്ദു മഹാസമ്മേളനത്തിനെതിരെയും SIOവിന്റെ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. കേസെടുക്കുന്നില്ല. ഇവിടെ കേസെടുക്കാത്തതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവിടുത്തെ പോലീസ് സംവിധാനം തകർന്നതിന്റെ പ്രശ്നമാണ്, ഒരു കേസും എടുക്കാത്ത പ്രശ്നമാണ് എന്നതാണ് ലൈനെങ്കിൽ നമുക്കത് വളരെ കൃത്യമായ ബോധ്യമുണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ തന്നെ പൗരത്വം റദ്ദ് ചെയ്യുന്ന, അതിനെതിരെ സമരം ചെയ്ത 500-ൽ പരം കേസുകളാണ് ഇവിടുത്തെ ഇരട്ടച്ചങ്കന്റെ പോലീസ് ഇവിടുത്തെ വ്യത്യസ്ത ആളുകൾക്ക് നേരെ, ഇവിടുത്തെ പൗരാവകാശ സംഘടനകൾക്ക് നേരെ, നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് നേരെ ഇവിടുത്തെ ഇരട്ടച്ചങ്കന്റെ പോലീസ് നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടുത്തെ പല രീതിയിൽ ഇവിടുത്തെ നായകൾക്ക് നേരെ, തെരുവു നായകളുടെ ശല്യം രൂക്ഷമായ ഘട്ടത്തിൽ ഒരു ലൈസൻസ് പോലും ആവശ്യമില്ലാത്ത എയർ ഗണ്ണ് കയ്യിൽ പിടിച്ചു എന്നതിന്റെ പേരിൽ കേസെടുത്ത പിണറായി സർക്കാരാണ് ഇത്തരം വംശീയതകൾക്ക് നേരെ വലിയ രീതിയിലുള്ള കണ്ണടക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയം നിറഞ്ഞവരെ ഞാൻ സൂചിപ്പിച്ചത്, പലപ്പോഴും ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് സംഘപരിവാറാണെങ്കിലും അതിനെ സാധൂകരിക്കുന്ന, അതിനെതിരെ മൗനം അവലംബിക്കുന്ന, അതിനെ മൂലധനമാക്കി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് സംഘപരിവാർ അല്ലാത്ത സംഘടനകളെയും നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേവലം സംഘപരിവാറിൽ നിന്ന് തുടങ്ങി സംഘപരിവാറിൽ അവസാനിക്കുന്ന പ്രശ്നമായിട്ടല്ല ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന്. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറി ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ നിന്ന് എത്തിയാൽ തീരുന്ന പ്രശ്നമായിട്ടല്ല നമ്മൾ ഇസ്ലാമോഫോബിയെ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം ഇസ്ലാമോഫോബിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെ അതായിട്ട് തന്നെ അവതരിപ്പിക്കുവാനും അതിനെ അതായിട്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ പറയാനും കഴിയുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ തീർച്ചയായും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാൻ കൂടിയാണ് ഈ തരത്തിലുള്ള മേഖലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നത്. പ്രിയം നിറഞ്ഞവരെ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഭീകരമായ പ്രശ്നം തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വംശഹത്യയുടെ വക്കിലോ വംശഹത്യയുടെ ഉള്ളിലോ ആണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷമുള്ള വലിയ പ്രതിസന്ധി തന്നെയാണ്, വിഭജനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രിയം നിറഞ്ഞവരെ, ചരിത്രത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നമാണോ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ പാഠവും ഈ ബോധ്യവും ഈ ആലോചനയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയം നിറഞ്ഞവരെ, ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിച്ച പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധികൾ ചരിത്രത്തിൽ മുസ്ലിം സമൂഹവും മുസ്ലിം ഉമ്മത്തും അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത തരം പരീക്ഷണങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇസ്ലാമിക സമൂഹം പിറന്നു വീണത് മുതൽ, അല്ല ഇസ്ലാം എന്ന് പറയുന്ന ആദർശം മുഴുവൻ മനുഷ്യർക്കും ഇറങ്ങിയത് മുതൽ പരീക്ഷണങ്ങളുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഇസ്ലാമിക ഉമ്മത്ത് മുസ്ലിം സമൂഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സമൂഹം വളരെ വലിയ രീതിയിൽ തന്നെ പരീക്ഷിക്കപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചരിത്ര പാഠങ്ങളിൽ നമുക്ക് വേറെയും ഒന്ന് പഠിക്കാൻ കഴിയും. അതെന്താണ് ചോദിച്ചാൽ, ഇസ്ലാമിക സമൂഹം അത്തരം പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ തന്നെയും വളരെ സുന്ദരമായി അതിനെ അതിജീവിച്ചതിന്റെ വളരെ സുന്ദരമായ ചരിത്രം കൂടി നമുക്ക് അതിന്റെ കൂടെ പഠിച്ചെടുക്കുവാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഹാനായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സമൂഹം പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ, ആ പരീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിലും വ്യത്യസ്ത രീതിയിൽ ഇസ്ലാമിക സമൂഹം ഛിന്ന ഭിന്നമാവുന്ന ഘട്ടത്തിലൊക്കെയും ഇസ്ലാമിക സമൂഹം അതിനെയും അതിസുന്ദരമായി അതിജീവിച്ചിട്ടുണ്ട്. സഹാബികളൊക്കെ, അത്തരം സഹാബി ക്രാമുകളെ കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവരെ അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ വേറെയും ഒരുപാട് സന്ദർഭങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക സമൂഹം കുരിശു പോരാളികളാൽ പരീക്ഷിക്കപ്പെട്ട സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. ചരിത്ര കിതാബുകൾ പരിച്ചു നോക്കിയാൽ
നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന കുരിശ് പോരാളികൾ ബൈത്തുൽ മുഖദ്ദിസ് പിടിച്ചടക്കുകയാണ്. അവർ ബൈത്തുൽ മുഖദ്ദിസ് പിടിച്ചടക്കുക എന്ന് മാത്രമല്ല, ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയാണ് അവർ മുന്നോട്ട് പോയത്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ബൈത്തുൽ മുഖദ്ദിസ് പിടിച്ചെടുക്കുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഇരയാക്കിയത്. അതുമാത്രമല്ല, ചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അന്നത്തെ കുരിശ് പോരാളികളുടെ സൈനിക കമാൻഡർ ആയിരുന്ന സിമോണ്ടിന്റെ മുട്ടുകാല് വരെ രക്തം തളം കെട്ടി നിൽക്കുമാറ് അത്രയധികം ക്രൂരമായ കൊലപാതകങ്ങൾ അന്ന് കുരിശു പോരാളികൾ നടത്തിയിട്ടുണ്ട്. കുരിശു പോരാളികളുടെ അവരുടെ കുതിരയെയും പന്നിയെയും മസ്ജിദുൽ അഖ്സയുടെ മിഹ്റാബിൽ കൊടുന്ന് കെട്ടിയ സന്ദർഭങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പിന്നീട് ചരിത്രം എന്താണെന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ പ്രതിസന്ധിയെയും ഇസ്ലാമിക സമൂഹം ഒരു 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിസുന്ദരമായി ഇമാമുദ്ദീൻ സെങ്കിയെ പോലെ, അതുപോലെ തന്നെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള മഹാന്മാരെ കൊണ്ട് ഇസ്ലാമിക സമൂഹം അതിസുന്ദരമായി ആ പ്രതിസന്ധിയെ അതിജീവിച്ചതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ചരിത്രം തുടർന്ന് പരിശോധിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വേറെയും പല ഘട്ടങ്ങളിൽ ഇസ്ലാമിക സമൂഹം താർത്താരികളാൽ പരീക്ഷിക്കപ്പെട്ട സന്ദർഭങ്ങൾ, അത് ബാഗ്ദാദിലും ഹീറയിലും സമർക്കന്ദിലും ഒക്കെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് താർത്താരികളായ മംഗോളിയരായ ആളുകൾ ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടിയത്. ക്രൂരമായ കൊലപാതകങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 5 നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ഉമ്മത്തുണ്ടാക്കിയെടുത്ത വൈജ്ഞാനിക ഗോപുരങ്ങൾ, ഇവിടുത്തെ വലിയ സാംസ്കാരികപരമായ വൈജ്ഞാനികപരമായ എല്ലാ കാര്യങ്ങളെയും ചുട്ടു ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു താർത്താരികൾ കടന്നു വന്നത്. പക്ഷേ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ പ്രതിസന്ധിയെയും ഇസ്ലാമിക സമൂഹം അതിസുന്ദരമായി അതിജീവിച്ചു എന്ന് മാത്രമല്ല, ആ താർത്താരികളുടെ പിൻതലമുറയിൽ നിന്ന് തന്നെ ഇസ്ലാമിക അതിജീവനം സാധ്യമാക്കിയ ചരിത്രം നമുക്ക് ചരിത്ര കിതാബുകളിൽ പഠിച്ചു നോക്കാൻ കഴിയും. നമുക്കറിയാവുന്നത് പോലെ ഖിലാഫത്ത് തകർന്ന സന്ദർഭം, ഖിലാഫത്ത് തകർക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ കൊളോണിയലിസ്റ്റ് ശക്തികളാണ്. കൊളോണിയലിസ്റ്റ് ശക്തികൾ ഖിലാഫത്ത് തകർത്ത് ധരിപ്പണമാക്കുന്നു, ഇസ്ലാമിക ഉമ്മത്തിന്റെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർ ഒരേ സമയം സാംസ്കാരികപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുമുള്ള മേധാവിത്വത്തിലേക്ക് മുസ്ലിം സമൂഹങ്ങളുടെ നേരെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അവർ നടത്തുകയാണ്. അവർ വ്യത്യസ്ത ഇസ്ലാമിക സമൂഹത്തിന് നേരെ അവർ കൊണ്ടുകൊടുക്കുകയാണ്. അവർ സെക്യുലറിസവും അതുപോലെ തന്നെ ഇവിടുത്തെ ജനാധിപത്യവും എന്നൊക്കെ സ്വഭാവത്തിലൊക്കെ തന്നെയും പല രീതിയിൽ പ്രത്യയശാസ്ത്രപരമായി ഇസ്ലാമിന് നേരെ വലിയ വെല്ലുവിളി ഉയർത്തിയ സന്ദർഭത്തിലും നിങ്ങൾ ആലോചിച്ചു നോക്കണം, നേതൃത്വമില്ലാതെ ഛിന്ന ഭിന്നമായ ഇസ്ലാമിക സമൂഹം പോലും ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതൃത്വത്തിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സമൂഹത്തെ ഒരുമിപ്പിക്കുകയും ഇവിടെ നിലനിന്നിരുന്ന വ്യത്യസ്ത തരം പ്രത്യയശാസ്ത്രങ്ങളെ വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് അഭിമുഖീകരിച്ചതിന്റെ ചരിത്രവും നമുക്ക് ചരിത്രത്തിൽ കണ്ടെടുക്കാൻ കഴിയും. പ്രിയം നിറഞ്ഞവരെ, ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിലുടനീളം പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഇസ്ലാമിക സമൂഹം അതിസുന്ദരമായി അതിജീവിച്ചതിന്റെ ചരിത്രമാണ്. എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് ഇങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്നത്? നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശത്തിന്റെ പ്രത്യേകതയാണ് എന്ന്. എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ പ്രത്യേകത? അത് അതിന്റെ ആളുകൾക്ക്, അതിന്റെ വിശ്വാസികൾക്ക് അല്ല, മുഴുവൻ മനുഷ്യർക്കും അത് 2 തരം വിഭാവനകൾ സമ്മാനിക്കുന്നു എന്നതാണ്. എന്താണ് 2 തരം വിഭാവനകൾ? അതിൽ ഒന്നാമത്തത്, അത് അതിന്റെ ആളുകൾക്ക് ഒരു പരലോക മോക്ഷത്തെ കുറിച്ചുള്ള വിഭാവന നൽകുന്നുണ്ട് എന്നാണ്. സാൽവേഷനെ കുറിച്ച് അത് പറയുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്തത്, അത് ലിബറേഷനെ കുറിച്ച്, വിമോചനം എന്ന് പറയുന്ന ഒരു ഭാവനയെ കൂടി നൽകുന്നുണ്ട്. പരലോക മോക്ഷത്തെ കുറിച്ച് നമുക്കറിയാം, ഈ ലോകത്തിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം വരാനുണ്ട് എന്നും നമ്മൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷാശിക്ഷക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന മഹത്തായ വിഭാവനയാണ് പരലോക വിഭാവന, അല്ലെങ്കിൽ പരലോക മോക്ഷം എന്ന് പറയുന്ന, സാൽവേഷൻ എന്ന് പറയുന്ന വിഭാവന എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതികളൊക്കെ തന്നെയും, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ തന്നെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അതിന് കണക്ക് പറയുന്ന, അതിന് നീതി നടപ്പാക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട് എന്ന പരലോക മോക്ഷത്തെ കുറിച്ച, സാൽവേഷനെ കുറിച്ച ബോധ്യമാണ് ഇസ്ലാം മൗലികപരമായി അതിന്റെ ആളുകൾക്ക്, അല്ല മനുഷ്യർക്കൊക്കെ തന്നെയും
നൽകുന്നത്. അത് മാത്രമല്ല ഇസ്ലാം നൽകുന്നത്, അത് ഈ വിമോചനത്തെക്കുറിച്ച്, ഈ ലോകത്തിന്റെ വിമോചനത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട് എന്നതാണ്. മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, വംശീയതയുടെയും വർണ്ണ വിവേചനത്തിന്റെയും എല്ലൊടിക്കുന്ന, അതിനെ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കുന്ന വിമോചനത്തിന്റെ സങ്കല്പം കൂടി ഇസ്ലാമിക സമൂഹം നൽകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് കാലത്തിലാ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടത്തെ യുക്തിവാദികളും അതുപോലെ തന്നെ ഇവിടത്തെ ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ മഹാനായ പ്രവാചകനെ 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് SIO-വിന് പറയാനുള്ളത്, തീർച്ചയായും ഞങ്ങൾക്ക് പറയാനുള്ളതും 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകനെ തന്നെയാണ്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ എന്ന് പരിഹസിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം തന്നെയാണ് 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകനെ കുറിച്ച് പറയാനുള്ളത്. 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ എന്നല്ല, അതിനു മുമ്പ് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരെ കുറിച്ചും ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് ആ പ്രവാചകന്മാർ ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് നമ്മുടെ സാമൂഹിക ലോകക്രമം എന്ന് പറയുന്നത്? വർണ്ണ വിവേചനത്തിന്റെ, ജാതീയതയുടെ, വംശീയതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും വിശ്വാസി സമൂഹത്തെയോ ഏതെങ്കിലും ഗോത്രീയ സമൂഹത്തെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നതിന്റെ പ്രത്യയശാസ്ത്രവുമായിട്ടാണ് ഇസ്ലാം കടന്നു വന്നത്. അത് പറയുക മാത്രമല്ല, അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഒക്കെ തന്നെയും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇസ്ലാമിക നാഗരികതകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ചരിത്രത്തിന്റെ ഉത്ഥാന പതനങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും വർണ്ണ വിവേചനത്തിനെതിരെ ഇസ്ലാമിക നാഗരികതകൾ നടത്തിയ അതിമഹത്തായ വിപ്ലവത്തെ പറ്റി. മഹാനായ പ്രവാചകൻ കറുകറുത്ത അബിസീനിയൻ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ചുമലിലേറ്റിക്കൊണ്ടാണ് കഅബയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് മക്കം ഫത്തഹിന്റെ മക്ക വിജയവേളയിൽ വിജയപ്രഖ്യാപനം നടത്തുന്നത് എന്നത് ഒരു ചരിത്ര കഥ എന്നതിനപ്പുറത്തേക്ക് മഹത്തായ 6-ാം നൂറ്റാണ്ടിലെ തന്നെ പ്രവാചകൻ നടത്തിയ വിപ്ലവത്തിന്റെ പേര് കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോ ഘട്ടങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ തന്നെയും മുക്കൗക്കിസ് രാജാവ് ഈജിപ്ത് പിടിച്ചടക്കാൻ വേണ്ടി ചെന്ന ഇസ്ലാമിക സൈന്യം ബാബിലോൺ കോട്ടയുടെ മുന്നിൽ തമ്പടിക്കുകയാണ്. എന്താണ് അവർ അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന മുക്കൗക്കിസ് രാജാവിനോട് സംസാരിക്കാൻ വേണ്ടി, മുക്കൗക്കിസ് രാജാവ് ഇസ്ലാമിക സമൂഹത്തോട് സംസാരിക്കാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുകയാണ്. അങ്ങനെ മുക്കൗക്കിസ് രാജാവ് ആ താല്പര്യം ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അതിൽ കാണാൻ കഴിയുന്നത് അന്ന് ഇസ്ലാമിക സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മുക്കൗക്കിസ് രാജാവുമായി സംസാരിക്കാൻ ഒരു 10 അംഗ സംഘത്തെ നിയോഗിക്കുകയാണ്. ആ 10 അംഗ സംഘത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ കറുകറുത്ത ഉബാദത്ത് ഇബ്നു സാമിത്ത് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഒരു സഹാബിയെ നമുക്ക് ചരിത്രത്തിൽ കണ്ടെടുക്കാൻ കഴിയും. ചരിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം, മുക്കൗക്കിസ് രാജാവ് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് പേടിച്ചരണ്ടു പോകുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവരാണോ എന്നോടുമായി സംസാരിക്കാൻ വരുന്ന ആള് എന്ന ചോദ്യം 6-ാം നൂറ്റാണ്ടിൽ ഉയർത്തിയ കാലഘട്ടത്തിലായിരുന്നു വർണ്ണ വിവേചനത്തിനെതിരെ ഇസ്ലാമി എന്ന് പറയുന്ന ദർശനം, വിമോചനത്തിന്റെ സങ്കല്പം ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന, മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന, സഹജീവികളായ ആളുകളെ ഒരുമിച്ച് ചേർത്തുന്ന, അനാഥകളെ ഒപ്പം ചേർക്കുന്ന, അധഗതികളെ ഒപ്പം ചേർക്കുന്ന മഹത്തായ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദർശനം കേവലം ഇവിടെ ഒരു പരലോക മോക്ഷം എന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് പോലും നീതി പുലരുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കാണിച്ചുകൊണ്ടാണ് കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിക നാഗരികത അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തിയപ്പോൾ മാത്രം പറഞ്ഞ സ്വപ്നത്തിന്റെ പേരല്ല. അതിനപ്പുറത്തേക്ക് അത് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പോലും ഇസ്ലാമിക സമൂഹം സുന്ദരമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീതി പുലരുന്ന ഒരു കാലത്തെ കുറിച്ച ഓർമ്മകളും സ്വപ്നങ്ങളും ഭാവനകളും അത് പങ്കുവച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. ആ പങ്കുവച്ചതിന്റെ നിരവധിയായ പ്രവാചക ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സുറാഖയുടെ അനുഭവം, സുറാഖയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ അഹ്സാബ് യുദ്ധവേളയുടെ ചരിത്രം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
ചരിത്രം മാറി മറയുന്ന ഈ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നതിന്റെ വിമോചനത്തിന്റെ പുതിയൊരു ലോകം വരുമെന്ന ഭാവനയും വിമോചനത്തെക്കുറിച്ച സങ്കല്പവും ഇസ്ലാം പകർന്നതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം ഇസ്ലാമിക സമൂഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന ബോധ്യം നമുക്കുണ്ടായി തീരേണ്ടതുണ്ട്. ഈ വിമോചന ഉള്ളടക്കമുള്ള ഈ പരലോക മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ഇസ്ലാമിനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം SIO അതിന്റെ ക്യാമ്പസുകളിൽ, അതിന്റെ വ്യത്യസ്ത തെരുവീതികളിൽ വളരെ സുന്ദരമായി പ്രതിനിധീകരിച്ചത്. SIOവിന്റെ പ്രവർത്തകർ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഈ ഇസ്ലാമിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അതിന്റെ വിമോചന സങ്കല്പത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഇസ്ലാമിന്റെ നീതിയെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചായിരുന്നു സംസാരിച്ചത്, ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയെ കുറിച്ചാണ് സംസാരിച്ചത്. SIOവിന്റെ പ്രവർത്തകരുടെ പ്രവർത്തനത്തെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഈ രണ്ട് വിഭാവനകളെയും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരേ സമയം പരലോക മോക്ഷത്തെ കുറിച്ച് പറയുന്നു, മറുഭാഗത്ത് വിമോചനം എന്ന് പറയുന്ന സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഈ സംസാരങ്ങളിലൂടെയായിരുന്നു ക്യാമ്പസുകളിൽ SIOവിന്റെ പ്രവർത്തകർ സുന്ദരമായി എഴുന്നേറ്റ് നിന്നത്. ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, SIOവിന്റെ പ്രവർത്തകർ അങ്ങനെ ധീരമായി എഴുന്നേറ്റ് നിന്ന സന്ദർഭത്തിലായിരുന്നു കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അന്ന് SIOവിന്റെ പ്രവർത്തകർ വിമോചന സങ്കല്പത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ച് തന്നെയും പറഞ്ഞപ്പോഴായിരുന്നു അന്ന് ഇവിടത്തെ ക്യാമ്പസുകളെ ഒറ്റ പാർട്ടിയെന്നും ഒറ്റ കൊടിയുമെന്നും ഞങ്ങളുടെ കോട്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളെ അടക്കി വാണിക്കൊണ്ടിരുന്ന ആളുകൾ SIOവിന് നേരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനമാണ്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതേതര വിരുദ്ധമാണ് എന്ന് അവർ പ്രസ്താവന ഇറക്കി കളഞ്ഞത്. അന്ന് SIOവിന്റെ പ്രവർത്തകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തു. നമുക്ക് ഓർമ്മയുണ്ട്, അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീവ്രവാദം എന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതേതരത്വം എന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്യുലറിസം എന്താണ്? അതൊക്കെ തന്നെയും മുസ്ലിം സമൂഹത്തിന്റെ തന്നെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അല്ല ഭൂരിപക്ഷ സമുദായങ്ങളുടെ ആഖ്യാനങ്ങളെ മറച്ചു പിടിക്കാൻ നിങ്ങൾ നടത്തുന്ന നാടകങ്ങളല്ലേ എന്ന മൗലികപരമായ ചോദ്യങ്ങൾ അന്ന് ഇവിടുത്തെ ക്യാമ്പസ് അടക്കി ഭരിച്ചിരുന്ന SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് SIOവിന്റെ പ്രവർത്തകർ സൂചിപ്പിച്ചു. ആ മൗലികപരമായ ചോദ്യങ്ങളെ, അന്നത്തെ SIOവിന്റെ പ്രവർത്തകർ നടത്തിയ ആശയ സംവാദങ്ങളെ എങ്ങനെയായിരുന്നു അന്ന് കോട്ടകൊത്തളങ്ങളായി ക്യാമ്പസുകളെ മാറ്റി തീർത്തിരുന്ന ആളുകൾ, ഇവിടുത്തെ പാർട്ടികൾ നേരിട്ടത് നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവർ നേരെ ചെന്ന് പാർട്ടി ഓഫീസുകളിലേക്ക് കയറി ചെല്ലുകയും അവിടെ നിന്ന് സൈക്കിൾ ചെയിനും വടിവാളും എടുത്ത് SIOവിന്റെ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തെയും SIOവിന്റെ പ്രവർത്തകർ അതിസുന്ദരമായി അതിജീവിച്ചു. നമുക്ക് കാണാൻ കഴിയും, അവരുടെ സൈക്കിൾ ചെയിനും വടിവാളും ഒക്കെ പരാജയപ്പെട്ടുകൊണ്ട് ഇവിടത്തെ ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത കോട്ടകൊത്തളങ്ങളായി മാറ്റിയിരുന്ന ക്യാമ്പസുകളെ പിന്നീട് ജനാധിപത്യവൽക്കരിക്കുകയും ഒറ്റ കൊടിയിൽ നിന്ന് വ്യത്യസ്ത കൊടികൾ പാറുന്ന ക്യാമ്പസുകളിൽ സംവാദത്തിന്റെ അന്തരീക്ഷം പുലരുന്ന ക്യാമ്പസുകളായിക്കൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളെ മാറ്റുന്ന രംഗമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രിയം നിറഞ്ഞവരെ, SIOവിന്റെ പ്രവർത്തകർ ഈ രണ്ട് കാര്യങ്ങളെയും, പരലോക മോക്ഷത്തെയും വിമോചന സങ്കല്പത്തെക്കുറിച്ചും ഒരേ സമയം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പറയാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. SIOവിനോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം SIOവിന്റെ പ്രവർത്തകർ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് ഒരു ഏരിയ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരു വിമോചനത്തെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരു ഭാവനയെ കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങളുടെ കാര്യം തന്നെ മഹാകഷ്ടത്തിലാവുന്ന ഘട്ടത്തിലാണല്ലോ നിങ്ങൾ ഒരു ഭാവനയെ കുറിച്ച് സംസാരിക്കുന്നത്. അവർ പരിഹസിച്ച് ചോദിക്കുകയാണ്. അവരുടെ പരിഹാസങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും സുന്ദരമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന്റെ കരുത്തിൽ വളരെ സുന്ദരമായി പറയാൻ കഴിയുന്നത്, ഈ ദർശനത്തിന് നിലനിൽക്കുന്ന അന്തരീക്ഷത്തെ, വംശീയത തുളുമ്പുന്ന ഈ അന്തരീക്ഷത്തെ വിമോചിപ്പിച്ചെടുക്കുവാനുള്ള കരുത്ത് അത് ഈ ആദർശത്തിനും ഈ ആദർശത്തിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘത്തിനുമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഏത് പ്രതിസന്ധിയെയും സുന്ദരമായി പറയുവാൻ കഴിയുന്ന ആദർശം തന്നെയാണ് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ സമ്മേളനത്തിന്റെ ടൈറ്റിൽ അത് തന്നെയാണ് ഇവിടുത്തെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIO മനസ്സിലാക്കുന്നത് ഈ സമ്മേളന ടൈറ്റിൽ
പലരെയും പ്രകോപിതരാക്കുന്നുണ്ട് എന്നാണ്. SIOവിന്റെ സമ്മേളനങ്ങൾ പലർക്കും അതിന്റെ കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ, സംഘപരിവാർ ഒക്കെ തന്നെയും SIOവിന് നേരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമങ്ങളും അതിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ SIOവിന്റെ സമ്മേളനങ്ങൾ അത് കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പ്രൊവിഡൻസ് സ്കൂളിന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രൊവിഡൻസ് സ്കൂളിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടി സംസാരിച്ച SIOവിന്റെ പ്രവർത്തകരെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ബഹുജന കൂട്ടായ്മയിൽ അല്ല, ഒരു ബഹുജന റാലിയിൽ നിന്നുകൊണ്ടാണ് SIOവിന്റെ പ്രവർത്തകരെ അവരെ പിടിച്ചുകൊണ്ടു പോകുന്നത്. വളരെ വളരെ ശാന്തമായി നടത്തിയ, അല്ല നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെയായിരുന്നു ഇവിടുത്തെ പോലീസ് സംവിധാനം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. അവിടെയും വേറെ പല സമരങ്ങളും നടന്ന സന്ദർഭം കൂടിയായിരുന്നു. പക്ഷെ SIOവിന്റെ പ്രവർത്തകരെ മാത്രം പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ന്യായം ഞങ്ങൾക്ക് തീർച്ചയായും ഈ സമ്മേളനങ്ങളെ മുൻനിർത്തി വായിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നിടത്ത് തീർന്നില്ല, അവർ അറസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർ ജാമ്യം പോലും നിഷേധിക്കുന്ന, അടിസ്ഥാന നീതിയായ ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിടിച്ചുകൊണ്ടുപോയത് SIOവിന്റെ തന്നെ നേതാക്കളാണ്. വളരെ പ്രിയം നിറഞ്ഞ SIOവിന്റെ 4 സംസ്ഥാന സെക്രട്ടറിമാർ അടക്കമുള്ള 12 പേരെയാണ് ഇവിടുത്തെ പിണറായി സർക്കാരിന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് എന്ന ബോധ്യം നമുക്കുണ്ടായി തീരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ മനസ്സിലാക്കുന്നത് SIOവിന്റെ പ്രവർത്തകരെ ഇങ്ങനെ 2 അറസ്റ്റ് ചെയ്ത് 2 തടവറയിലിട്ട് അവരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറച്ചു നേരം അങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയാൽ ഈ സംഘത്തിന്റെ ശബ്ദം നിശബ്ദമാക്കി കളയാമെന്നാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പാഴ്വേല മാത്രമാണ്. കാരണം ഈ സംഘം എന്ന് പറയുന്നത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിസിക്കൽ വയലൻസ് ഉണ്ടല്ലോ, ജയിലറടക്കലും തടവറകളും ജയിലും അതുപോലെ തന്നെ ലോക്കപ്പും മർദ്ദനവും ലാത്തി ചാർജും അടക്കമുള്ള ഫിസിക്കൽ വയലൻസുകൾ ഉണ്ടല്ലോ, സ്റ്റേറ്റിന്റെ ഫിസിക്കൽ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വയലൻസുകൾ ഉണ്ടല്ലോ, ആ വയലൻസുകളെയൊക്കെയും അതിജീവിക്കാൻ കഴുത്തുള്ള ഒരു മെറ്റാഫിസിക്കലായ, അതിഭൗതികമായ, ഒരു ആത്മീയമായ കരുത്തുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് SIO എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോധ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരെ നിങ്ങളുടെ തടവറകൾ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാനാവില്ലെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഈ ദുനിയാവ് തന്നെയും ഒരു തടവറയാണെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്തലമുറക്കാരെ തടവറ കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത്? സാധ്യമല്ല കൂട്ടരെ. അതുകൊണ്ട് ജയിലിൽ കഴിയുന്ന SIOവിന്റെ സഹപ്രവർത്തകർ, SIOവിന്റെ നേതാക്കന്മാർ, പ്രിയം നിറഞ്ഞ SIOവിന്റെ സംസ്ഥാന സെക്രട്ടറിമാരായ റഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ സയ്യിദ് സാഹിബ്, തശ്രീഫ് സാഹിബ്, അസ്ലഹ് സാഹിബ്, പ്രിയം നിറഞ്ഞ മറ്റു ആളുകൾ, എല്ലാവർക്കും SIOവിന് പറയാനുള്ളത്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീതിയുടെ പ്രതിനിധാനമാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത മുസ്ലിം വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടിയുള്ള എഴുന്നേറ്റ് നിൽക്കലുകളാണ് നിങ്ങൾ നടത്തിയത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തടവറയിൽ കഴിയുക, സുന്ദരമായി അതിജീവിക്കുക. നിങ്ങളുടെ പിന്നാലെ സുന്ദരമായി കൂട്ടം ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തടവറകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയ നിങ്ങൾ ഹിജാബ് നിരോധിച്ചതിന്റെ പേരിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ച ആ ക്യാമ്പസിൽ തന്നെ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. മറ്റൊരു കൂട്ടർ ഈ പ്രസ്ഥാനം നടത്തുന്ന സമ്മേളനത്തിലെ ചില ഐക്കണുകൾ നോക്കിയാണ് അവർ വാർത്തകൾ പടച്ചുവിടുന്നത്. സംഘപരിവാറിന്റെ മനസ്ഥിതി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ നിന്ന് ആദ്യമായി ജയിച്ചു വന്ന മുർസിയെ നിങ്ങൾക്കൊരു തീവ്രവാദിയായിട്ടൊക്കെ തോന്നുമായിരിക്കാം.
പക്ഷേ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഈ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹാന്മാരായ, ഈ സംഘത്തിന് ദിശ നിർണയിച്ച മഹാത്മാക്കൾ തന്നെയാണ് ഇവിടുത്തെ സയ്യിദ് ഖുതുബും ബന്നയും മുർസിയും ഒക്കെ തന്നെയും. അവരുടെ പാത പിന്തുടർന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. പ്രിയ നിറഞ്ഞവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം SIOവിന്റെ പ്രവർത്തകർ നടത്തിയ സമ്മേളനങ്ങൾ അതിവിടുത്തെ സമൂഹത്തോട് പല രീതിയിൽ സംവദിച്ചിട്ടുണ്ട്. അതിലൊന്നാമത് സംവദിച്ചത് ഇവിടുത്തെ സംഘ് പരിവാറിനോടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഘ് പരിവാർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടിവേരറുക്കുന്ന പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ വേരുകളില്ലാത്ത എന്ന് പറയാവുന്ന അടിവേരുകൾ ഇറക്കുന്ന സ്വഭാവത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ സമുദായത്തിന്റെ ചരിത്രം ഇല്ലാതാക്കിയാൽ ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നാണ് അവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മുന്നേ കൊളോണിയലിസ്റ്റ് ശക്തികൾ വിചാരിച്ചിട്ട് ഇതിന്റെ ചരിത്രം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊളോണിയലിസ്റ്റ് ശക്തികൾ ആലി മുസ്ലിയാർക്കെതിരെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെ ചരിത്രമില്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയതിന്റെ ചരിത്രം നിങ്ങൾ പോയി പഠിച്ചു നോക്കണം. അവിടെ കാണാൻ കഴിയും. ആ ചരിത്രം ഇല്ലാതാക്കാൻ നോക്കിയ സന്ദർഭത്തിലൊക്കെ തന്നെയും ഖബറിൽ നിന്ന് പോലും എഴുന്നേറ്റ് നിന്ന് ചരിത്രം പറഞ്ഞ ഒരു കൂട്ടരായ ഒരു ഉമ്മത്തായ ഒരു സമുദായത്തെയാണ് നിങ്ങൾ ചരിത്രമില്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ പറയുന്നത്, നിങ്ങളെങ്ങാനും വാര്യംകുന്നത്തിന്റെ സ്മാരകം പണിതാൽ അവിടേക്ക് മലപ്പുറത്തേക്ക് ആളുകൾ വിടുമെന്നാണ്. പ്രിയം നിറഞ്ഞ ശശികല ടീച്ചർ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, വാര്യംകുന്നത്തിന്റെ സ്മാരകങ്ങൾ ഇത്തരം ബിൽഡിങ്ങുകളല്ല ഈ സമുദായം കൊത്തിവെച്ചിട്ടുള്ളത്. അത് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരുടെ, വിദ്യകളുടെ, ഇവിടുത്തെ സ്ത്രീകളുടെ, ചെറുപ്പക്കാരുടെ ഹൃദയത്തളങ്ങളിലാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായി തീരേണ്ടതുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചരിത്രമില്ലാതാക്കി ഈ സമുദായത്തെ വേട്ടയാടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. രണ്ടാമതായി SIOവിന്റെ സമ്മേളനം സംസാരിച്ചത് ഇവിടുത്തെ വ്യത്യസ്ത മതേതര കക്ഷികളോടാണ്. ഞങ്ങൾക്ക് അവരോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, പലപ്പോഴും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘവിരുദ്ധമായ പരിപാടികളും പ്രസ്താവനകളൊക്കെ തന്നെയാണ്. വളരെ സന്തോഷം. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘവിരുദ്ധ പരിപാടികൾ, സംഘവിരുദ്ധ പ്രസ്താവനകൾ, അതൊക്കെ തന്നെയും വിഫലമാവുന്ന, അതിനൊക്കെ തന്നെയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഇസ്ലാമോഫോബിയെ മൂലധനമാക്കി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിമാർ, ഇവിടുത്തെ കണ്ണൂരിൽ നിന്നുകൊണ്ടുകൂടിയാണ് പറയുന്നത്, ഇവിടുത്തെ പലതരം പാർട്ടി സെക്രട്ടറിമാർ അവർ ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ അവർ തീവ്രവാദ ആരോപണം ഉന്നയിക്കുകയാണ്. ഇസ്തിരിയിട്ട വാക്കുകൾ കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തീവ്രവാദി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിമാരോട് പറയാനുള്ളത്, ഈ തീവ്രവാദ ചാപ്പ മുമ്പ് കുത്തിയ കുട്ടി സഖാക്കൾ നിങ്ങളുടെ തന്നെ പാർട്ടി ഓഫീസുകളിൽ ഉണ്ടാകും. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം മനസ്സിലാകും. യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ തീവ്രവാദ ചാപ്പ എവിടെ നിന്നാണ് വന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് സെപ്റ്റംബർ 11 ശേഷം ഒരു ഭീകരത ഡിസ്കോഴ്സ്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന് ശേഷം ഇവിടുത്തെ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിന് ഇവിടുത്തെ മുതലാളിത്തവും സാമ്രാജ്യത്വവും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഭീകരത ഡിസ്കോഴ്സിനകത്ത് നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് കാണാനുള്ള ബോധ്യം, അത് മനസ്സിലാക്കാനുള്ള ഭൗതികപരമായ കാര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഇടതുപക്ഷമടക്കമുള്ള സാമ്രാജ്യത്തിനെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഇടതുപക്ഷമടക്കം മാറിയിരിക്കുന്നു എന്നതാണ് സങ്കടപരമായ കാര്യം. അതുകൊണ്ട് സംഘ് പരിവാറിനെതിരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമോഫോബിയെ കൃത്യമായി പഠിക്കാൻ തയ്യാറായി തീരേണ്ടതുണ്ട്. നിങ്ങൾ ഇസ്ലാമോഫോബിയക്ക് സാധൂകരണം കൽപ്പിക്കുന്ന കാര്യങ്ങൾ വെടിഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുക എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമതായി ഈ സമ്മേളനം സംസാരിക്കുന്നത് ഇവിടുത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളോടാണ്, വ്യത്യസ്ത സമുദായ സംഘടനകളോടാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വംശീയതയും ഇസ്ലാമോഫോബിയയും അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി നിങ്ങൾ മനസ്സിലാക്കരുത്. പ്രിയ നിറഞ്ഞ സമുദായ നേതൃത്വങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നം എന്ന് പറയുന്നത് അല്ല, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പേരല്ല. ഈ പ്രതിസന്ധിയെ മുസ്ലിം സമൂഹത്തിന് അതിജയിക്കാനുള്ള കരുത്തുണ്ട്. അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിന്റെ കൂടി പ്രശ്നമായി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിലും വംശീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സമൂഹത്തിന് എന്ത് പുരോഗതിയാണ് ഉണ്ടായി തീരുക, എന്ത് പുരോഗമനമാണ്
മാത്രമാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ ഉള്ളിൽ, സമൂഹത്തിന്റെ ഹൃദയതളങ്ങളിൽ വേർപിരിച്ചു പോയ ഈ വംശീയതയെ ഡീറേഷ്യലൈസ് ചെയ്യുവാൻ, ഇതിനെ ഇസ്ലാമോഫോബിയെ ഡീറേഷ്യലൈസ് ചെയ്യുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സമുദായ നേതൃത്വങ്ങൾ അവരുടെ സമുദായത്തിലും അല്ല മുഴുവൻ സമൂഹത്തിലും നിലനിൽക്കുന്ന ഇത്തരം വംശീയ ചിന്തകളെ ഡീറേഷ്യലൈസ് ചെയ്യാൻ മുന്നിട്ടിറങ്ങണമെന്ന് കൂടിയാണ് ഈ സമ്മേളനം സംസാരിക്കുന്നത്. അവസാനമായി ഈ വിദ്യാർത്ഥി സമ്മേളനം സംസാരിക്കുന്നത് ഇവിടുത്തെ വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകളോടാണ്. യഥാർത്ഥത്തിൽ ക്യാമ്പസുകളെ സർഗാത്മകമായി മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ചരിത്രം SIOവിന്റെ പ്രവർത്തകർക്കുണ്ട്. ഞാൻ നേരത്തെ അത് വിശദീകരിച്ചതാണ്. അതിന്റെ ഉദാഹരണവും ചരിത്രവും പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളെ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്താണ്? നിങ്ങൾ ഈ ക്യാമ്പസിലെ മലിനപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറയുന്ന സമൂഹത്തിന്റെ തന്നെ അടിസ്ഥാന യൂണിറ്റിനെ തന്നെ തകർക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വയംഭോഗത്തിന്റെ ദിനങ്ങളും അതുപോലെ തന്നെ ഉദാര ലൈംഗികതയും ഒക്കെ ക്യാമ്പസിലേക്ക് അഴിച്ചു വിട്ടുകൊണ്ട് ഇവിടുത്തെ വലിയ എന്റെ ശരീരം അത് ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന ബോധമുണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ക്യാമ്പസുകളിൽ നിന്ന് വസ്ത്രമഴിപ്പിക്കുന്ന പണിയിലേക്ക് ഇടതുപക്ഷമടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. SIOവിന് പറയാനുള്ളത്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ഘട്ടത്തിൽ വസ്ത്രം ധരിപ്പിക്കുന്നത് ഒരു വിമോചനത്തിന്റെ, നവോത്ഥാനത്തിന്റെ പ്രതീകമായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ടിപ്പു സുൽത്താൻ ചെന്ന് മാറുമറുക്കാനുള്ള അവകാശത്തെ ടിപ്പു സുൽത്താൻ നടത്തിയ ചരിത്രപരമായ ദൗത്യത്തെ നമ്മൾ വിളിക്കുന്നത് നവോത്ഥാനം എന്നാണ്. ആ നവോത്ഥാനത്തിന്റെ മറുപുറമായിട്ടാണ് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വസ്ത്രമഴിപ്പിക്കുന്ന പണികളിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SIOവിന് പറയാനുള്ളത്, എങ്ങനെയാണ് ക്യാമ്പസ് ഇടങ്ങളെ സംവാദത്തിന്റെ ഭൂമികയാക്കി മാറ്റിയത്, അതേ രീതിയിൽ തന്നെ ഇന്ന് ക്യാമ്പസിലെ മലിനപ്പെടുത്തിയ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിസുന്ദരമായി എതിരിടാൻ തന്നെയാണ് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസുകളിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. കുടുംബഘടനയെയും സാമൂഹിക ഘടനയെയും ഇല്ലാതാക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അടിവേറിറക്കിക്കൊണ്ട് അതിനോട് സംവാദാത്മകരമായ ആശയ പ്രചരണം നടത്തുവാൻ കൂടി ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനമായി ഈ സമ്മേളനം സംസാരിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ SIOവിന്റെ പ്രവർത്തകരോടാണ്. പ്രിയ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സമൂഹം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ തീർച്ചയായും നല്ല വിശ്വാസ ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹു നൽകിയ ഇസ്ലാം എന്ന് പറയുന്ന ദർശനം നമുക്ക് നൽകിയ വിഭാവനയെ നെഞ്ചേറ്റുമ്പോൾ മാത്രമാണ് ഈ സാമൂഹിക പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുക. പ്രിയ നിറഞ്ഞവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലാതെ, അള്ളാഹുവോട് കൂടുതൽ അടുക്കാതെ നമുക്കത് സാധ്യമല്ല. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹനാവാൻ ഉള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി തീരേണ്ടതുണ്ട്. അള്ളാഹുമായി കൂടുതൽ അടുക്കാൻ, അവനോട് കൂടുതൽ കൈയുയർത്താൻ, അവനോടുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഹ്സാൻ തുളുമ്പി നിൽക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയ നിറഞ്ഞ ചെറുപ്പമേ, യഥാർത്ഥത്തിൽ നമ്മൾ പിടിക്കുന്ന മൂവർണ്ണ കൊടി കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ അള്ളാഹുവിലേക്ക് കൈയുയർത്താറ്. നമ്മൾ ഷഹാദത്തിന്റെ വിരലുയർത്തുന്ന അതേ വിരലുകൾ ഉപയോഗിച്ച് തന്നെയല്ലേ നമ്മൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താറ്. അതുകൊണ്ട് ഒരേ സമയം അള്ളാഹുവോട് അടുക്കുക, മറേ സമയം നീതിക്ക് വേണ്ടി സുന്ദരമായി എഴുന്നേറ്റ് നിൽക്കുക. അതിൽ വരുന്ന പ്രയാസങ്ങൾ, തടവറകളൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ നിഷ്പ്രഭമായി തീരും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ വന്ന് അല്ലാഹു ആണ് റബ്ബ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മലായികത്തുകൾ വന്ന് സുവാർത്ത അറിയിക്കുന്ന ഘട്ടത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് പ്രിയം നിറഞ്ഞവരെ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് മുന്നോട്ട് പോവുക. ചരിത്രത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചതിന്റെ ഉത്തമ ഉദാഹരണമായി മാറാനുള്ള തലമുറയാണ് നമ്മളെന്ന ബോധ്യത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും
മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇത്തരം സമ്മേളനങ്ങൾ, ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഒക്കെ തന്നെയും നമ്മുടെ അതിജീവനത്തിന്റെ പോരാട്ട വഴിയിൽ തിളങ്ങുന്ന അധ്യായങ്ങളായി രേഖപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.